ചിക്കൻ വെറുതെ പുഴുങ്ങാൻ വെച്ചാലുണ്ട് അത് സുമേഷ്. ചിക്കൻ ഇത് പുഴുങ്ങാൻ വെച്ചേക്കണ്. കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഇത്തിരി കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. സുമേഷിന്റെ മുടി അടിപൊളിയാണല്ലോ. സുമേഷ് ഇത് നേരത്തെ സ്ഥിരം വളർത്തണമാണത്? ഇല്ല, സ്ഥിരം വളർത്താറില്ല, ഇടക്ക് വളർത്താറുണ്ട്. ഇടക്ക് ഞാനിത് കൊടുക്കാൻ വേണ്ടി മാത്രം വളർത്തും. കൊടുക്കാൻ വേണ്ടി? എവിടെ കൊടുക്കാനായിട്ട്? ക്യാൻസർ രോഗികൾക്ക്. ആഹാ, നല്ല ശീലമാണല്ലോ. ആ, നല്ല ശീലമാണല്ലോ. അപ്പൊ ഇതിക്ക് മുമ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്, 2-3 തവണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് കൊടുക്കാറുള്ളത്? ഈ ബ്ലഡ് ഇതാക്കണ സ്ഥലമില്ലേ, ബ്ലഡ് കൊടുക്കണ സ്ഥലം. എവിടെ? നമ്മുടെ സാധാരണ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവിടെ കൊടുത്ത അവിടെ നമ്മ ചെന്ന നമ്മുടെ മുടി അവര് വെട്ടിയെടുത്തോളൂ. അല്ലേ? എനിക്കറിയില്ല, ഞാൻ ഇതേവരെ കൊടുത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കറി മുപ്പിച്ചാലോ? ബ്ലഡും കൊടുക്കാറുണ്ടോ സുമേഷ്? ബ്ലഡും കൊടുക്കാറുണ്ട് എപ്പോഴും? അത് ഇപ്പൊ ഞാനൊരു 8-9 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ആണോ? അത് നമ്മുടേതായ ഒരു ഇതില് നിക്കണ സമയത്ത് മാത്രമേ കൊടുക്കുള്ളൂ. 50 കിലോ തൂക്കത്തിന് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. നമ്മുടെ കറി താളിക്കാനുള്ള വെളിച്ചെണ്ണ ഓയിലാണ് ഉണ്ടാവും, ഒഴിച്ചായിരുന്നു കേട്ടോ. അത് നമുക്ക് കറിയൊക്കെ ഒന്ന് താളിച്ച് ചിക്കൻ കറി ഒന്ന് എന്തായാലും സെറ്റ് ചെയ്യാം നമുക്ക് അടിപൊളിയായിട്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് കറിയൊക്കെ വെച്ചായിരുന്നോ? ഫുഡൊക്കെ എന്തായി? ഇന്ന് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നാളെ പെരുന്നാളാണ്, പോകാൻ പറ്റിയില്ല. കറി കാണിക്കാം. ഓണത്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായി സുമേഷേ? ഓണത്തിന് പോയിട്ട് വീട്ടിലിരുന്നിട്ടില്ല. എവിടെയായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? അമ്പലത്തില് പരിപാടിക്ക് പോയിരുന്നു. ഏതമ്പലത്തിന്? തൃക്കാക്കര അമ്പലത്തിലാണ്. ആഹാ, അത് അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ മറ്റേ ആനയുടെ മുമ്പിൽ തീ പന്തം പിടിക്കുന്നത്. അപ്പൊ എത്ര നേരം പിടിക്കും അത്? അത് 3-4 മണിക്കൂർ പിടിക്കേണ്ടി വരും. 3-4 മണിക്കൂർ പിടിക്കേണ്ടി വരുമോ? ഇവിടെ കാട്ടാനോണ്ട് നമുക്കിവിടെ പേടിയോട് ഇവിടെ നടക്കണം. അപ്പൊ അവിടെ ഒരാള് ആനയുടെ ഫ്രണ്ടില് പന്തം പിടിക്കാൻ പോയേക്കണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി. നാട്ടാനെന്ന് വെച്ച് കഴിഞ്ഞാലേ നേരെ തിരിഞ്ഞേ ഓടുള്ളൂ, ഫ്രണ്ടിലോട്ട് വരില്ല. കാട്ടാനെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഓടി വരും. അപ്പൊ അത് എന്തായാലും പുതിയൊരു പോലത്താണ്. അപ്പൊ നാട്ടാനയുടെ ബാക്കിൽ കണ്ടിരുന്നാ ചെയ്യാനായി. തിരിയണ സമയത്ത് എന്തായാലും ബാക്കിലേക്ക് തിരിയുമ്പോ ബാക്കിലേക്ക് കണ്ടിരുന്നില്ല. അപ്പൊ സുമേഷ് എന്തായാലും രക്ഷപ്പെട്ട് കയറുന്നു അല്ലേ? ആ ഫ്രണ്ടിലല്ലേ വെക്കണത്, ബാക്കിലോട്ട് തിരിഞ്ഞല്ലേ ഓടുള്ളൂ. ഞാൻ കോലം കെട്ടിയ ആനയുടെ മുമ്പിലാണ് നിന്നത്. കോലം കെട്ടിയതാ? കോലം എന്ന് വെച്ച് കഴിഞ്ഞാ ദേവന്റെ ഒക്കെ തിടമ്പേക്കണം. അപ്പൊ എത്ര മണിക്കൂറായിരുന്നു ഇതിന്റെ പരിപാടി? 4 മണി, മാക്സിമം 4 മണിക്കൂർ. ചിലത് ഇത്തിരി ടൈം കൂടുതലായിരിക്കും. അല്ല, ഇപ്പൊ സുമേഷ് പോയി ഇപ്പൊ ഇത് പന്തം പിടിച്ച എത്ര മണിക്കൂറാണ്? അത് 6 മണിക്കൂർ. 6 മണിക്കൂർ നിന്ന് പിന്നെ പിടിക്കണം. പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് പന്തം കൈമാറാനായിട്ടൊക്കെ ആൾക്കാർ ഉണ്ടാവും. എണ്ണ ഒഴിക്കാനും ഒക്കെ ഇട്ട് ആൾക്കാർ ഉണ്ടാവും. പക്ഷെ 6 മണിക്കൂർ നമ്മുടെ കയ്യിൽ ഇത് കേടാണ്ടാവും. മാറി പിടിക്കാൻ ആൾക്കാര് അഡ്ജസ്റ്റ് ചെയ്ത് വരും അല്ലേ? അത് ചിലപ്പോ എണ്ണ ഒഴിക്കുന്ന ആൾ വരും, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം യൂറിൻ പോണെങ്കിൽ പോലും പിടിച്ചോളും ആൾക്കാർ. ആരെങ്കിലും വരും അല്ലേ? ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ പോണവരിൽ തന്നെ കമ്പനിക്കാരൊന്നും ഇത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിക്കുമ്പോ തൃക്കാക്കര അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് പോയതാ. അതിക്കുമ്പോ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരുപാട് പോയി. ആണോ? അപ്പൊ ഇത് മാത്രമുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
ഇതായിട്ട് പോകണം ഈ പന്തം പിടിക്കാൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടി പന്തം പിടിക്കാനല്ലെങ്കിൽ ചിലപ്പോ കുത്തുവിളക്ക് വെക്കല്ലേ, കുട്ടികൾക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദേവിയ ദേവന ആണെങ്കിൽ അവിടെ ആ വിഗ്രഹം ഒന്ന് അമ്പലത്തിൽ ഒന്ന് വട്ടം ചുറ്റിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ഇതുണ്ട്, ആ സംഭവത്തിന് പോവും. അതിനും പോവാറുണ്ട് അല്ലേ? പോവാത്ത പണിയൊന്നുമില്ല. പിന്നെ ഇന്നാളെ ദിവസം പറയണ്ടായിരുന്നു മറ്റേ ഇത് മറ്റേ കാവടിയേക്ക് പോകുന്നൊക്കെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവടിക്ക് ഒരു 2 കൊല്ലത്തോളം പോയി. 2 കൊല്ലം. കാവടി ആടാനായിട്ട്. അത് പൂക്കാവടിയാണ്. എങ്ങനെയുണ്ടത്? അത് കാണുമ്പോ നല്ല രസമായിട്ട് തോന്നാറുണ്ട്. കാണുമ്പോ ഈ സാധനം ഈ പൂക്കെ കിടന്ന് ഇങ്ങനെ നല്ല ശരിക്കും കിടന്ന് ആടുമ്പോ നല്ല രസമാണ്. ഇത് അത് ഈ മത്സരം വരും പൂക്കാവടിയും ഒക്കെ ആയിട്ട് 3-4 സെറ്റ് മത്സരം വരുമ്പോ നോക്കില്ല, അങ്ങോട്ട് പൊളിച്ചടിക്കും. അടിക്കുമ്പോ പിറ്റേ ദിവസം നമുക്കായിരിക്കും ക്ഷീണം അല്ലെ ശരീരത്തിന്? പിറ്റേ ദിവസം അറിയൊന്നുമില്ല. ഈ കാവടി എന്ന് പറയുന്നത് 45 കിലോ മാക്സിമം ഉണ്ടാവും. ആ സാധനം എടുത്തിട്ടാണ് ഈ നടുവിലിട്ട് കുത്തുള്ളത്. ഇപ്പൊ നടുവിന് എങ്ങനെയുണ്ട്? അല്ല അങ്ങനെ 2 വർഷം പോയതല്ലേ, നടപ്പണ്ടാ തന്നെ നമുക്ക് മനസ്സിലാവും നടുവിന് ചെറിയൊരു ആ 2 വർഷം പോയതിന്റെ ആ ഒരു സ്പീഡ് ഇപ്പോഴും നടുവിനുണ്ട് അല്ലേ? ഉപ്പിടെയാണുള്ളത്. കൂടിപ്പോലെട്ടാ, കൂടൊന്നുമില്ല, അത് കൈക്കണക്കാണ്. നമ്മുടെ മച്ചാനത് കൈക്കണക്കാണ്. അമ്മ പഠിപ്പിച്ചെന്ന തീരുമാനം. അമ്മൂമ്മ മല്ലിപ്പൊടി ഇടാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. മല്ലിപ്പൊടിയാണോ അത്? മഞ്ഞപ്പൊടി ഓൾറെഡി അതിൻ്റെ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല അല്ലേ? സുമേഷ് നല്ലൊരു കുക്കിംഗ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അളവും കാര്യങ്ങളും. സുമേഷ് ഇരിക്കുമ്പോൾ അല്ല ഇവിടുന്ന് അല്ല ഹോട്ടലിലോ അല്ല പാചകത്തിന് എവിടെയെങ്കിലും പോകണ്ട? ഞാൻ സ്വന്തമായിട്ടൊരു തട്ടുകട നടത്തിയിരുന്നത്. തട്ടുകട എവിടാ? സ്വന്തമായിട്ട് പറയാനായിട്ട് ഒറ്റക്ക് നടത്തി എല്ലാം ചെയ്യണേ ഞാൻ തന്നെയായിരുന്നു. എല്ലാം ഫുൾ ഓൾറൗണ്ട്. അപ്പൊ ഇതെല്ലാത്തിനൂടി സമയം കിട്ടുമോ? കാരണം എന്നുണ്ടെങ്കിൽ ഒരാള് സാധനങ്ങൾ ചോദിക്കണു, ഒരാള് പൈസ എടുക്കണു, ഒരാള് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കറികൾ ഉണ്ടാക്കി കൊണ്ടുപോകും. ബാക്കിയുള്ള സാധനങ്ങള് അവിടെ സെറ്റാക്കും. ദോശ, പുട്ട് ഒക്കെ അവിടെ സെറ്റാക്കും. ദോശ, പുട്ട് സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കാം. കണ്ട് ഒറ്റക്ക് തന്നെ എല്ലാ പരിപാടികളും. അല്ലെങ്കിൽ വേറെ സഹായത്തിന് അച്ഛനുണ്ടാവും. അച്ഛനുണ്ടാവും. അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് എടുത്തു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട്. എനിക്ക് അവിടെ ചായ അടിക്കണം, എല്ലാം ചെയ്യണം, ഓംലേറ്റ് അടിക്കണം. അത് എന്തുകൊണ്ടാണ് അത് നിർത്തിക്കളഞ്ഞത്? അത് നിർത്തിയത് എനിക്ക് 2-3 ദിവസം കച്ചവടം കുറവായിരുന്നു. ഞാൻ ഒന്നുമില്ലാണ്ട് തുടങ്ങിയതാണ് അത്. നമുക്ക് ഡെയിലി മറിക്കാനുള്ള കാശുണ്ടായിരുന്നില്ല. അപ്പൊ 3-4 ദിവസം വന്നു കഴിഞ്ഞപ്പോ അത് ഭയങ്കര ഒരു ഇതായി, അങ്ങോട്ട് നിർത്തിക്കളഞ്ഞു. ഇനി എങ്ങനെയാണ് തുടങ്ങാനൊരു ആഗ്രഹം ഉണ്ടാകും? തുടങ്ങാനൊക്കെ ആഗ്രഹമുണ്ട്. അന്നേരം എവിടെയായിരുന്നു തുടങ്ങി വെച്ചത്? അന്നേരം പറൂര് എവിടെ കണ്ട്? പറൂര് അമ്മങ്കോല അമ്പലത്തിന്റെ വടക്കോശം. അമ്മങ്കോവ അമ്പലത്തിന്റെ വടക്കോശം മുനിസിപ്പൽ ജംഗ്ഷന്റെ കുറച്ച് കിഴക്കോട്ട് വരുമ്പോ. ഉള്ളേരിയായിരുന്നു, അതുകൊണ്ടാണ്. ഉള്ളേരിയായിരുന്നു, എനിക്ക് ടൗണിൽ കിട്ടിയില്ല. ടൗണിലാണെന്നുണ്ടെങ്കിൽ കച്ചവടം ഇഷ്ടം പോലെ കച്ചവടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നൈറ്റൊക്കെ നമ്മൾ പറൂര് വഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ നൈറ്റൊക്കെ ഇഷ്ടം പോലെ നട്ടുകളാണ്. ഇത് ഇത്തിരി ഉള്ളിലേക്ക് പോയി ലക്ഷ്മി കോളേജ് എന്ന് പറയും, അതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ പിന്നെ നമ്മ പേടിക്കണം. ഇരിക്കുമ്പോ സാധനം പറഞ്ഞ് കുറച്ചാള് ഇതിനകത്ത് കയറി, അവനും അത്യാവശ്യം. ഞാൻ കേറാണ്ടിരുന്നല്ലേ? അല്ല അതിക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പായിട്ട്
ഞാൻ കുറച്ച് ദിവസം കയറുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സുനിയാർന്ന് കയറില്ലേ, സുനി കയറിയിട്ട് എൻ്റെ അമ്മു ഞാൻ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഒഴിവില്ലല്ല. അല്ല, സുനി എന്ന് പറഞ്ഞ സംഭവം ഒരു പെശക്ക് സംഭവമാണ്. എന്താണെന്ന് അറിയാമോ, ഒരു 1/4 കിലോ പരിപ്പ് ഞങ്ങൾ 4 നേരം കൂട്ടിയിട്ട് തീർന്നിട്ടില്ല. അതും 7 പേര് കേൾക്കണോട്ടാ, 7 പേര് ഞങ്ങൾ 4 നേരം കൂട്ടിയിട്ട് തീർന്നിട്ടില്ല. ഇന്ന് രാത്രി തുടങ്ങി ഇന്ന് രാത്രി നാളെ രാവിലെ, നാളെ 10 മണിക്ക്, നാളെ ഉച്ചക്ക്, നാളെ ഉച്ചക്ക്. അത് കഴിഞ്ഞിട്ട് നാളെ പിറ്റേ ദിവസം ഇന്ന് രാത്രി വേറെ കറി ഉണ്ടാക്കിയാണ്. മീൻ എന്തോ ചെറിയ മീൻ വറുത്തത്, ഉണക്ക മീൻ വറുത്തതും വേറെ എന്തോ കൂടി ഉണ്ടാക്കിയാണ്. അപ്പോഴൊക്കെ എന്നോട് രാത്രി വന്ന് ചോദിക്കണേ, എടാ നീ പരിപ്പേറി എടുത്തില്ലേന്ന്. ഞാൻ പറഞ്ഞു പരിപ്പേറി എന്ന് അതിനെ പറയാനായിട്ട് പറ്റുമോ? പരിപ്പേറി എന്ന് അതിനെ പറയാൻ പറ്റില്ല, പച്ചവെള്ളം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അമലെന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞിട്ടും ഗ്രേവി മറ്റേ അടി കിടക്കുന്ന ഊറ്റിയേക്കുന്ന സാധനം അരമണിക്കൂറോളം വീണ്ടും മറ്റേ ഇതിനകത്തിട്ട് പറ്റിച്ച് കൊണ്ടുവന്ന് പുള്ളി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കാൻ. പുള്ളി എന്ത് പറഞ്ഞാലും ശരി അടിപൊളിയാണെന്നേ പറയുള്ളൂ. ഇപ്പൊ അടിപൊളിയായിട്ടെന്ന് പറഞ്ഞു. അണ്ട് പിറ്റേ ദിവസം കൂട്ടണുണ്ടായിരുന്നു. എന്ത് കഷ്ടമെന്ന് നോക്കണം. അന്നത്തെ കാലഘട്ടം ഞാനിപ്പോൾ മനസ്സിൽ ഓർക്കുകയാണ്, സുനിയുടെ കാലഘട്ടം. അന്ന് വേറെ ആർക്കും കൈമാറൂലല്ലോ. ചട്ടകം എങ്ങാനും ആരെങ്കിലും അടുക്കളയിൽ കയറി ഞാൻ വെക്കാത്തെങ്ങാനും പറഞ്ഞ് എങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു ഇങ്ങനെ പുറകെ നടക്കും സുനിയാണെങ്കിൽ. അങ്കി വെച്ചോ എങ്കിൽ താൻ തന്നെയാണ് വെച്ചോ. ഇപ്പൊ ഓയിലാണ് ഒഴിക്കണേപ്പാ. അത് ഒരു ഇത്തിരി കോളം ഉണ്ടായിരുന്നതേ, ചൂടടിക്കുമ്പോ ഇങ്ങനെ പോരും. സുനിയുടെ വേറൊരു പിറ്റേക്കണോ, ഞങ്ങൾക്ക് പണ്ട് ഒരു ബിരിയാണി വെച്ച് തന്നേ. അപ്പോഴേക്കും അന്ന് പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ് സംഭവം ഇളക്കട്ടെട്ടാ. അപ്പോൾ പറഞ്ഞ് ബിരിയാണി വെക്കാന്ന് പറഞ്ഞ് രാവിലെ 12 മണിയായപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം സെറ്റായിട്ടാണ്. 12 മണിയായപ്പോൾ പറഞ്ഞ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്നാക്കി തരണമെങ്കിൽ ഞങ്ങൾ നന്നാക്കി തരാം, ബാക്കി കാര്യം സുനി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ശരി. ഉച്ചക്ക് തുടങ്ങി ബിരിയാണി വെപ്പ് തുടങ്ങി. ഉച്ചക്ക് ഊണേച്ച് കഴിഞ്ഞ് 2 മണിയായപ്പോൾ തന്നെ സംഭവം തുടങ്ങി, ബിരിയാണി വെപ്പാണ് തുടങ്ങി. എൻ്റെ പൊന്നെ വൈകിട്ട് 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ വെറുതെ വന്ന് നോക്കി. അപ്പോൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് 7 മണിയായപ്പോഴും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാ ഞങ്ങൾ അപ്പോൾ ഒരു 11 മണി വരെ നോക്കിയിട്ടാ. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും അടുക്കളയിലോട്ട് വന്നപ്പോൾ എന്താണ് മറ്റേ ചോറ് ബ്ലാങ്ക പോലെ ഇരിക്കുന്നത്, ഇത് റൈസ്. എന്നിട്ട് ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു തരി ഉപ്പില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ് സുനി എന്തായി ഉപ്പിടാൻ മറന്നു പോയെന്ന് വെച്ച്. ഞങ്ങൾ മറന്നതല്ല, ഇടാഞ്ഞതാണ്. ഉപ്പിട്ടാണ് തിന്നാൻ മതി ഏത് ബിരിയാണി ചോറിൽ. അപ്പം ചിക്കൻ കറി എടുത്തപ്പോഴേക്കും മറ്റേ സാധനം കരിഞ്ഞു പോയി, ചിക്കൻ കരിഞ്ഞു പോയി. മറ്റേതാണെങ്കിൽ വെന്തട്ടൂല, അത് ഉരുളക്കിഴങ്ങാണെങ്കിൽ വെന്തട്ടൂല. ചിക്കൻ മസാലയാണ്. തകർക്കും പോലെ തകർക്ക്. അപ്പോൾ അങ്ങനെയാണ് സുനിയുടെ കഥ. അതോടുകൂടി അന്ന് വെറുത്ത് പോയി സുനിന ഈ 2 സാധനം വെച്ചോടുകൂടി. എന്ത് പറയാനായിട്ട്. പക്ഷെ അവന് വേറൊരിതുള്ളത്, അവന് അടുക്കളയിൽ നമ്മാർക്ക് കയറാൻ ഇഷ്ടമല്ല. നമ്മാരെ സഹായിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവന് എന്ത് ഉണ്ടാക്കി തന്നെ അത് നമ്മൾ തിന്നണം എന്നുള്ളതാണ് അവൻ്റെ. സഹായിച്ചു കൊടുക്കാൻ പോലും അവന് വേറെ ആരും. പിന്നെ അവൻ ഒരു ദിവസം ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു മീൻകറി വെച്ചിട്ടുണ്ടാ, അത് സെറ്റപ്പായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് ഇട്ടാ സമേഷേ, ഞങ്ങൾ പറഞ്ഞേ ഞങ്ങൾ സൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇതേ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വരുമ്പോഴേക്കും കറിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ ചാള വെട്ടിക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കറിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയായി എന്നാണ് അവൻ പറയണത് ഫുള്ളായിട്ടും. പക്ഷെ കറിയൊന്നും ആയിട്ടില്ല, വെട്ടിക്കഴിഞ്ഞിരുന്നു. ഗരം മസാലയാണ്. തട്ട് ഇപ്പോൾ ഒന്നും നോക്കണ്ട. മനസ്സിലാക്കുള്ളൂ. കരട് ഇത് മനസ്സിലാക്കുന്ന സ്മെല്ല് കൊണ്ടാണ്.
എനിക്ക് സ്പൂൺ കൊണ്ടിടാൻ പറ്റില്ല. ഞാൻ എന്തിടണമെങ്കിൽ കൈക്ക് അല്ലെങ്കിൽ കുടഞ്ഞി. തക്കാളി ഇടണോ? തകർക്കും മോനെ തകർക്കും. എൻ്റെ നാട്ടിലൊക്കെ ഇന്ന് ആൾക്കാരെ അടിച്ച് പൊളിക്കായിരിക്കുള്ളൂ. പള്ളി പെരുന്നാൾ നടന്നിട്ടിരിക്കുന്നു മുട്ടരാമ്പള്ളിയിലെ. ഇന്നത്തെ ദിവസമൊക്കെ നല്ല സെറ്റപ്പാണ് ഇവിടെ. ഇന്നത്തെ പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഉത്സവങ്ങളായാലും ഇപ്പം അമ്പലത്തിൻ്റെ ആ പ്രദേശവാസികൾ അത് ജാതി മതം ഒന്നും അതിനകത്ത് പെടുത്തില്ല. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ പേരിൽ അങ്ങനെയുള്ള എല്ലാ മതക്കാരും അതിനോട് സഹകരിക്കും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമല്ല, ഞാൻ മറ്റേ ഇതൊക്കെ വെള്ളിയാഴ്ച മറ്റേ ഇവിടെ പോകുമ്പോഴാണ് എല്ലാ ആൾക്കാരും എല്ലാ മതക്കാരും നമ്മളോട് സഹകരിച്ച്, ഏത് ക്രിസ്ത്യൻസ് ഏത് മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ആ മണ്ണന്തുരുത്ത് ഭാഗത്തെ കൂടിയൊക്കെ മണ്ണന്തുരുത്ത് ഭാഗത്തെ കൂടിയൊക്കെ ഇത് പോകുമ്പോഴും തറവാടിൻ്റെ അടുത്ത് എന്റെ തറവാടിന്റെ അവിടെ ഏഴിക്കര അമ്പലം പള്ളി നേരെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. ദേവി യേശു തൊട്ടപ്പുറം തന്നെ മുസ്ലിം പള്ളി. ചിക്കൻ തട്ടിയാണല്ലേ? ചിക്കൻ തട്ടല്ല, ഇത്തിരി വെള്ളം ഒഴിക്കണം. അതിന് ഈ ചിക്കൻ്റെ വെള്ളം തന്നെ ഒഴിക്കണം. പുഴുങ്ങിയ വെള്ളം ചിക്കൻ പുഴുങ്ങിയ വെള്ളം ഉണ്ടാ. ചിക്കൻ പുഴുങ്ങിയ വെള്ളം. ഓക്കെ. ഇന്നത്തെ ചിക്കനിൽ ഇത്തിരി നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നണല്ലേ? മറ്റേ ചിക്കൻ മറ്റേ ഫ്രീസർ ചിക്കൻ മേടിച്ചതുകൊണ്ടാണ് കേട്ടോ. സാധാരണ ഫ്രഷ് ചിക്കനാണ് വാങ്ങാറുള്ളത്. ഇന്ന് ഫ്രീസർ ചിക്കൻ ആയതിൻ്റെ പേരിൽ മറ്റേ തൊലി ഉണ്ടായിരുന്നില്ലെന്നാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നെയ്യ് ഉണ്ടായിന്നാണ് എൻ്റെ കണക്കുണ്ടില്ല കേട്ടോ. മറ്റേ ഇനി തട്ടയാണോ? തട്ടാറായിട്ടില്ല. എങ്ങനെ ഈ സുമേഷ് റെഡിയായ ചിക്കൻ കറിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആ ചിക്കൻ വേവിച്ച് വെച്ചതിലേക്ക് ചേർക്കണം. ഇത് ചേർക്കാൻ പോവുകയാണ്. തട്ട് എന്തായി ബത്തേരി? എന്തൊക്കെയുണ്ട് വിശേഷം? പണി എവിടെയായിരുന്നു? പണി ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയില്ല. 20 കിലോമീറ്റർ ഉണ്ട്. സ്ഥലത്തിന്റെ പേര് സ്കൂളിലാണ്. സ്കൂളിന്റെ പണി ഇവിടുന്ന് ജീപ്പിനുണ്ടായതാണോ? ജീപ്പിനുണ്ട്. നാളെയും ഉണ്ടോ? ചിലപ്പോ നാളെ അവിടെ ആയിട്ടോ ഡൗട്ട് അറിയില്ല. സുനിച്ചേട്ടൻ പറഞ്ഞായിരുന്നു ഇന്ന പോലെ സ്ഥലം മാറ്റം ഉണ്ടെന്ന്. സ്ഥലം മാറ്റം 10-25 കിലോമീറ്റർ. സ്ഥലം മാറ്റം ഉണ്ടെന്ന്. നാളത്തേക്ക് പോയാൽ 10 മണിക്കാണ് അവിടെ എത്തുന്നത്. രാവിലെ എത്ര മണിക്ക് പോയാൽ? 7:30 പോയാൽ 10 മണിക്ക് അവിടെ എത്തും. അപ്പൊ പണിയാൻ സമയം ഉണ്ടാവില്ല. ഇങ്ങാടും പോരണ്ടേ? അപ്പോഴേക്കും അവിടുന്ന് പോരുമ്പോ 6 മണിയാവും. 6:30. അല്ല, ഇങ്ങാട് വരുമ്പോ 3/4 മണിക്കൂർ എത്തണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോ വരുമ്പോ നല്ല സ്പീഡിൽ പോയി. ഇങ്ങാട് വരുമ്പോ 3/4 മണിക്കൂറും അങ്ങാട് പോകുമ്പോ എത്ര മണിക്കൂർ? 7:30 പോയാല് 9 മണി 9:30. ഞങ്ങളുടെ ബസ്സിൽ സമയത്തും പോകുമ്പോ അവിടെ 10 മണിയായി. 7:30 പോയിട്ട് 10 മണിക്ക് അവിടെ എത്തി. പക്ഷെ ഇങ്ങാട് വരുമ്പോ 3/4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. അതെന്തായാലും കൊള്ളാല. എല്ലാവരും വൈകുന്നേരം പോകുമ്പോ കൈ വരയ്ക്കുന്ന ആൾക്കാർ, ആൾക്കാരും എല്ലാവരും നമ്മളെ കഴിക്കുന്ന ആൾക്കാർ. നമ്മളെ പോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് വേവിച്ചേക്കണത് ഇപ്പൊ മിക്സ് ചെയ്തോണ്ടിരിക്കും. ഇഞ്ചിയും പച്ചമുളകും എല്ലാ സാധനവും ഇട്ട് ആദ്യം വേവിച്ചേക്കണ അല്ലേ? അത് പുഴുങ്ങണത് രണ്ട് രീതിയിൽ പുഴുങ്ങാം. എങ്ങനെയാണത്? ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് പുഴുങ്ങാം. പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് പുഴുങ്ങാം. ഇനി മുടി കൊടുക്കണ എത്ര ആളായിട്ടാണ് സുമേഷേ? അത്ര ആകണം. ഇതിപ്പോ എത്ര മാസമായി വളർത്തി തുടങ്ങിയിട്ട്? ഇത് വളർത്തി തുടങ്ങിയിട്ട് 3 മാസം. 3 മാസം ഉണ്ട്. മുടി വരില്ല. എനിക്ക് മുടി അടിയും വരില്ല. അപ്പൊ ഇപ്പൊ ഏകദേശം ഇനി ഒന്ന് തിളച്ച് ഞാൻ സെറ്റ് ആവോ? അടിപൊളി. തിളച്ച ഇനി ഓക്കെ. ഇതാണ് കറി.
വലിയ റോഡിൽ അവിടെ എത്തുന്നറിയോ താഴെ താഴെ റോട്ടിലെത്തി താഴെ അവിടെ അവിടെയൊക്കെ വേറെ എന്തെങ്കിലും സ്മെല്ല് കൊണ്ട് അടിച്ചേ, കാരണം ആൾക്കാരൊക്കെ കൂടി ഇങ്ങാട് കയറി വരും. ആൾക്കാരൊക്കെ കൂടി ഇങ്ങാട് കയറി വരും. ഇവിടെ ഒരു പരിപാടി ഇല്ലെന്ന് പുറത്ത് ചെന്ന് പറഞ്ഞു ആൾക്കാർ പറഞ്ഞ വരിണി പറഞ്ഞെങ്കിൽ ഇവിടെ അല്ല, മറ്റേ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി വെച്ചാൽ അതില് കാണുന്ന സെറ്റപ്പ് ഉണ്ടാ. ഒരു ഇത്തിരി ചാറൊന്നും നോട്ടെ അല്ല ഒന്ന് വെറുതെ ഒന്ന് ഒഴിച്ചോ, കുഴപ്പമില്ല. ആഹാ, ഇതിനും വേറൊന്നും കൂട്ടാനില്ല മോനെ, അടിപൊളി സെറ്റപ്പാണ്. ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ ശരിയെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. യൂട്യൂബ് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അടി ഒന്ന് തിളച്ചാൽ പോരെ, ഇനി തിളച്ചാൽ പോരെ. ആ പിന്നെ എന്താണ്, ആ മല്ലിയിൽ ഇടാനുണ്ടല്ലേ. മല്ലിയിലൂടെ ഇടാനുണ്ട് അവസാന മോഡിൽ. അടി എന്താ കൂടുതലാണോ? കൂടുതലല്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം തെറ്റാറുണ്ട്. അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കുക. ശനിയാഴ്ച അല്ലേ.